എന്താ സൗകര്യം? ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഈ ആറുവരിപ്പാതയുടെ സൗകര്യം ഏറ്റവും കൂടുതൽ കിട്ടുക ഇവർക്ക് നമ്മളെ പ്രതിപക്ഷത്തിനാ. എന്താണെന്ന് വെച്ചാൽ പിണറായി മുഖ്യമന്ത്രി ആവുമല്ലോ. പിണറായി മുഖ്യമന്ത്രിയാവുമ്പോ ഒരു നിവേദനം കൊടുക്കണമെന്ന ആഗ്രഹം കുഞ്ഞാലിക്കുട്ടിക്ക്, വി.ഡി. സതീശന്, രമേശ് ചെന്നിത്തലയ്ക്ക് ഉണ്ടാവുമല്ലോ. സ്വാഭാവികല്ലേ? ഇപ്പോ സണ്ണി ജോസഫ് KPCC പ്രസിഡന്റാ. അപ്പൊ നിവേദനം നാളെ രാവിലെ 10 മണിക്ക് കൊടുക്കണമെങ്കിൽ സണ്ണി ജോസഫ് ഇന്ന് വൈകുന്നേരം വീട്ടിൽ നിന്ന് ഇറങ്ങി തീവണ്ടി കയറി റിസർവ് ചെയ്ത് അതിൽ കടന്ന് രാവിലെ അവിടെ എത്തി ഒരു 11 മണിക്ക് നമ്മുടെ പിണറായിയെ കണ്ട് നിവേദനം കൊടുത്ത് പിന്നെയും തിരിച്ചുപോയി. അന്ന് രാത്രി വീണ്ടും വണ്ടി ബുക്ക് ചെയ്ത് വണ്ടി കയറി കടന്നുറങ്ങി. രാവിലെ തന്നെ 2 രാത്രി എവിടെ ഉറങ്ങണം? തീവണ്ടിയിൽ ഉറങ്ങണം. ഇപ്പൊ എന്താ ഗുണനിലങ്ങള്? പിണറായിന്റെ ഈ റോഡ് ഏതാണ്ട് പൂർത്തീകരിക്കുകയാണ്. 80% പൂർത്തീകരിച്ചു. പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസിന്റെ നേതാവ് സണ്ണി ജോസഫിന് സഖാവ് പിണറായിക്ക് ഒരു നിവേദനം കൊടുക്കാൻ രാവിലെ 6 മണിക്ക് വീട്ടിൽ നിന്നിറങ്ങി ഒരു കാറ് കയറി 1 മണിക്കൂർ യാത്ര ചെയ്താൽ 1.25 മണിക്കൂർ യാത്ര ചെയ്താൽ മലപ്പുറത്ത് എത്തും. അപ്പോൾ കുഞ്ഞാലിക്കുട്ടി ഒരു പെട്ടി തൂക്കി റോട്ടിൽ കാത്തിക്കണു കയറാം. കുഞ്ഞാലിക്കുട്ടിയെ കയറ്റി 45 മിനിറ്റ് ഓടിച്ചാൽ പറവൂരെത്തി. അപ്പൊ പറവൂരിന് 2 ബാഗ് നിവേദനം വെച്ച് നമ്മുടെ സതീശൻ നിൽക്കുന്നുണ്ടാവും. പുള്ളി കയറ്റി അവിടുന്ന് 1 മണിക്കൂർ പോയാൽ രമേശ് ചെന്നിത്തലേനെ ഹരിപ്പാട്ടിന്ന് കയറ്റി കുടിവെള്ളം വെച്ചാണ് അദ്ദേഹം നിൽക്കുന്നത്. അത് കഴിഞ്ഞാൽ 9:45 10 മണിക്ക് തിരുവനന്തപുരത്ത് എത്തി സെക്രട്ടേറിയറ്റിന്റെ മുന്നിലേക്ക് നോക്കിയാൽ കറുത്ത കാറിൽ വരുന്ന പിണറായി വിജയനെ കണ്ട് 11 മണിക്ക് നിവേദനം കൊടുത്ത് അത് കഴിഞ്ഞ് പുറത്തിറങ്ങി ആസാദ് ഹോട്ടലിൽ ഒരു ചായയും കുടിച്ച് ഉച്ചയ്ക്ക് ഒരു ഉച്ചഭക്ഷണവും കഴിച്ച് അവിടുന്ന് കാറ് കയറിയാൽ തിരിച്ച് വൈകുന്നേരം 6 മണിക്ക് കണ്ണൂർ വീട്ടിലെത്തി 7 മണിക്ക് TV കണ്ട് കുട്ടികളെ കുളിപ്പിച്ച് കഞ്ഞി കുടിച്ച് വൈകുന്നേരം ഉറങ്ങാ. 2 ദിവസം തീവണ്ടിയിൽ ഉറങ്ങണ്ട സണ്ണി ജോർജ് വീട്ടിൽ തന്നെ ഉറങ്ങാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുത്തിരിക്കുകയാണ് സഖാവ് പിണറായി വിജയൻ. ഇതാണ് വികസനം എന്ന് പറഞ്ഞാൽ ഇവർ ആകെ ബേജാറിട്ടിരിക്കുക. ഇത് എങ്ങനെയെങ്കിലും പൊളിക്കണം. റോഡ് ഇവിടെ വേണ്ട, ഇത് പൊളിക്കണം. ആശുപത്രി ഇവിടെ വേണ്ട, അതും പൊളിക്കണം. സാധാരണക്കാരനെ സഹായിക്കുന്ന ഒരു ഗവൺമെന്റ് അത് ഇല്ലാതാക്കണം. പാവപ്പെട്ട വീട്ടമ്മമാർക്ക് എന്തെങ്കിലും സഹായിക്കട്ടെ, ഇരിക്കട്ടെ, ഒന്നുമില്ലെങ്കിൽ 1000 കൊടുത്ത്. എത്രത്തോളം ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെതിരായിട്ട് കളവ് പറയാമോ എന്നുള്ള ഒരു പരിപാടി കോൺഗ്രസ് അങ്ങനെയാണല്ലോ. ഇപ്പൊ കളവാണല്ലോ, രാവിലെ തുടങ്ങും. ആയുർവേദശാലയിൽ ഒരു മരുന്നുണ്ട്, അതിന്റെ പേരെന്താ? ക്ഷീരബല 101 എന്നാ പറയാ. ക്ഷീരബല 101 ആവർത്തിച്ച ക്ഷീരബല. ക്ഷീരബല പറഞ്ഞാൽ ഈ കുറുന്തോട്ടിയും പാലും കൂടി 101 തവണ ആറ്റി കുറുക്കി റെഡിയാക്കി മരുന്ന് വരും. അത് തലയിൽ ഇങ്ങനെ ഒഴിച്ചാൽ ആൾക്ക് ഉറക്കം വരും. ഏത് ഉറങ്ങാത്ത ആളും ഈ ക്ഷീരബല തലയിൽ തെച്ചാൽ ഉറങ്ങും. അങ്ങനെ ക്ഷീരബല ഉണ്ടാക്കാൻ വേണ്ടി കുറുന്തോട്ടി കഷായത്തിന്റെ ഒക്കെ വെച്ച് ക്ഷീരബല ഉത്പാദിപ്പിക്കുക. അങ്ങനെ 101 ആവർത്തിച്ച ക്ഷീരബല എന്ന് പറയും പോലെ നമ്മളെ സതീശനും ചാമക്കാരെയും കൂടി രാവിലെ 101 നുണ പറയും. ആ ഭാര്യ ബ്രേക്ക്ഫാസ്റ്റും വിട്ടുകൊണ്ടവിടെ ഒരു 15 നുണ പറയും, അപ്പൊ ഒരു ഇഡ്ഡലി. 30 നുണ പറയും, അപ്പൊ സാമ്പാർ. അതെ. അപ്പൊ ഇഡ്ഡലിക്ക് നുണ, സാമ്പാറിന് നുണ, പപ്പടത്തിന് നുണ, ഉച്ചഭക്ഷണത്തിന് നുണ. വൈകുന്നേരം ആകുമ്പോ കിടക്കാൻ നേരത്തെ ഭാര്യ ചോദിക്കുന്നു 101 തികഞ്ഞോന്ന് ചോദിക്കും. 101 നുണ പറഞ്ഞാലേ ഇവർക്ക് ഭക്ഷണം കിട്ടും. ഭക്ഷണം കഴിഞ്ഞ് വീട്ടിൽ പോലും പുറത്തു തരും. ഭക്ഷണം കഴിക്കണമെങ്കിൽ നുണ പറയാം. അത് 101 പറഞ്ഞാലേ ഭക്ഷണം കഴിക്കും. അങ്ങനെ 101 നുണ പറഞ്ഞ് നുണേശ്വരന്മാരായി മാറിയ 140 സ്ഥാനാർത്ഥികളെയും വെച്ച് UDF വരികയാണ്. എന്നിട്ട് സതീശൻ പറയാ, തോറ്റാൽ ഞാൻ വനവാസത്തിന് പോകും. അപ്പൊ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉറപ്പുള്ള ഒറ്റ കാര്യമുള്ളൂ, ഈ തെരഞ്ഞെടുപ്പിൽ പിണറായി മുഖ്യമന്ത്രിയാവും, ഇദ്ദേഹം വനവാസത്തിന് പോകും.